ഗുഡ് ആഫ്റ്റർനൂൺ. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻ സി കണ്ണൻ. ഇന്ന് ഇതുവരെ വന്ന വാർത്തകളുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകളാണ് ലൈവ് ന്യൂസ് പങ്കുവെക്കുന്നത്. ആദ്യ വാർത്തയിലേക്ക്. കൊല്ലം ഓയൂരിൽ 6 വയസ്സുവരെ തട്ടിക്കൊണ്ടുപോയ കേസിൽ പ്രതി അനുപമയ്ക്ക് ജാമ്യം എന്ന വാർത്ത വരുന്നു. പെൺകുട്ടിയുടെ പ്രായം പരിഗണിച്ചാണ് ഹൈക്കോടതി ജാമ്യം നൽകിയത്. കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിഷ്ണു സുരേഷ് നൽകും കൊച്ചിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ. വിഷ്ണു, ഓയൂരിലെ കുട്ടി തട്ടിക്കൊണ്ടുപോയ കേസിലെ പ്രതിയാണ് അനുപമ. ഇപ്പോൾ പ്രതിക്ക് ജാമ്യം നൽകി, പക്ഷേ വ്യവസ്ഥകളുണ്ട്. എന്താണ് കോടതി വ്യക്തമാക്കുന്നത്? പ്രജിൻ, ഈ കേസിൽ കുറ്റപത്രം ഉൾപ്പെടെ നേരത്തെ സമർപ്പിച്ചിരുന്നു. കേസിലെ മൂന്നാം പ്രതിയാണ് അനുപമ പത്മകുമാർ. 22 വയസ്സാണ് പ്രായം. തനിക്ക് ബംഗളൂരുവിൽ LLB പഠിക്കണം എന്ന ആവശ്യമാണ് കോടതിയെ അനുപമ അറിയിച്ചത്. പ്രതിയുടെ പ്രായവും അതോടൊപ്പം തന്നെ പഠിക്കാനുള്ള അവകാശവും പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ഉപാധികളോടെയാണ് ജാമ്യം. അതായത് കൊല്ലം ജില്ലയിൽ പ്രവേശിക്കുന്നതിന് വിലക്കുണ്ട്. ഒപ്പം 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പേ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കരുത്. തുടർന്ന് കർശനമായ നിർദ്ദേശങ്ങളും ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. ഏറെ വിവാദമായ കേരളത്തെ മുൾമുനയിൽ നിർത്തിയ കേസായിരുന്നു കൊല്ലം ഓയൂരിൽ ആബിഗൽ സാറ എന്ന 6 വയസ്സുകാരെ തട്ടിക്കൊണ്ടുപോയത്. അതിൽ അനുപമയുടെ പിതാവായ പത്മകുമാറാണ് 1-ാം പ്രതി, മാതാവ് 2-ാം പ്രതിയാണ്. 3-ാം പ്രതിയാണ് അനുപമ. കുട്ടിയെ ഒളിപ്പിക്കുന്നതിനടക്കം അനുപമയ്ക്ക് നിർണായകമായ പങ്കുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന്റെ കണ്ടെത്തൽ. എന്തായാലും കുറ്റപത്രമടക്കം സമർപ്പിച്ച ഒരു ഘട്ടത്തിന് കുറച്ച് മാസങ്ങൾക്ക് ഇപ്പുറമാണ് അനുപമയ്ക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. അതും കടുത്ത ഉപാധികളോടെയാണ്. ഉപാധികൾ ഏതെങ്കിലും തരത്തിൽ ലംഘിക്കപ്പെട്ടാൽ ജാമ്യം റദ്ദാക്കുമെന്നും കോടതി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പ്രജിത്ത്, ഒപ്പം തന്നെ ഈ വ്യവസ്ഥയിൽ തിരികെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പോൾ ഈ ജാമ്യം നൽകിയെങ്കിലും അത് എത്ര നാളത്തേക്കാണെന്ന കാര്യമൊക്കെ കൃത്യമായി കോടതി പറയുന്നുണ്ടോ? പ്രജിൻ, സ്ഥിര ജാമ്യം എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇനി ശിക്ഷ വിധിക്കുന്ന ആ ഘട്ടത്തിൽ മാത്രമായിരിക്കും ജയിലിലേക്ക് മടങ്ങി വരിക, അല്ലെങ്കിൽ അത് കുറ്റക്കാരാണ് എന്ന് കണ്ടെത്തുന്ന ഘട്ടത്തിൽ മാത്രമായിരിക്കും ബാക്കി നടപടികൾ ഉണ്ടാകുക. നിലവിൽ സ്ഥിര ജാമ്യമാണ്. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമായും 3 ഉപാധികളാണുള്ളത്. ഒന്ന്, കൊല്ലം ജില്ലയിൽ പ്രവേശിക്കാൻ പാടില്ല. മറ്റൊന്ന്, സാക്ഷികളെ സ്വാധീനിക്കാൻ പാടില്ല. ഒപ്പം 2 ആഴ്ച കൂടുമ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരായി ഒപ്പിടണം. ഈ 3 ജാമ്യ വ്യവസ്ഥയിൽ ഏതെങ്കിലും ജാമ്യ വ്യവസ്ഥ ലംഘിക്കപ്പെട്ടാൽ ഈ ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യമുണ്ടായി. അതല്ലാതെ മറ്റ് ജാമ്യം റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകില്ല. സ്ഥിര ജാമ്യം എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. 22 വയസ്സ് മാത്രമാണ് അനുപമയുടെ പ്രായം. ആ പ്രായം കൂടി പരിഗണിച്ചുകൊണ്ട്, അതോടൊപ്പം പഠിക്കാനുള്ള അവകാശം കൂടി പരിഗണിച്ചുകൊണ്ടാണ് കോടതി 3-ാം പ്രതിക്ക് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 3-ാം പ്രതിയുടെ ജാമ്യാപേക്ഷ മാത്രമാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതിയിൽ ഇതുവരെ എത്തിയത്. ആ കേസിൽ നിലവിൽ അനുപമയ്ക്ക് ജാമ്യവും കോടതി നൽകിയിരിക്കുകയാണ്. പ്രജിത്ത്, ശരി. വിഷ്ണു സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും. തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിൽ മണ്ണിടിച്ചിൽ. കൂട്ടുപുഴ വളവുപാറയിലാണ് മണ്ണിടിച്ചിലുണ്ടായത്. മേഖലയിൽ ഭാഗിക ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. സജോ ദേവസ്യ കണ്ണൂരിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. സജോ, പരക്കെ മഴയുണ്ട്. പ്രത്യേകിച്ചും ഈ കണ്ണൂർ മേഖലയിൽ ഒക്കെ തന്നെ മഴയാണ്. അവിടെ കർണാടക അതിർത്തിയിലാണ് ഈ രീതിയിൽ മണ്ണിടിച്ചിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ? പ്രജിൻ, കണ്ണൂരിലെ മലയോര മേഖലയിലാണ് വ്യാപകമായി മഴ ലഭിക്കുന്നത്. മറ്റിടങ്ങളിൽ അതിശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. വൈകിട്ടോടുകൂടി വിവിധയിടങ്ങളിൽ മഴ ശക്തമായിട്ടുണ്ട്. ഇതിനിടെയാണ് തലശ്ശേരി മൈസൂർ അന്തർ സംസ്ഥാന പാതയിൽ കൂട്ടുപുഴയ്ക്കടുത്ത വളവുപാറയിൽ കാര്യമായ മണ്ണിടിച്ചിലുണ്ടായത്. ഭാഗികമായ ഗതാഗത നിയന്ത്രണം അവിടെ സുരക്ഷയുടെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുണ്ട്. വീരാജ്പേട്ടയിൽ നിന്ന് കണ്ണൂരിലേക്കുള്ള പ്രവേശന കവാടം കൂടിയാണ്. അതുവഴി ഗതാഗതം പൂർണ്ണമായും നിയന്ത്രിക്കുക പ്രായോഗികമല്ല. പക്ഷേ റോഡിൽ നിന്ന് കണക്കാക്കുകയാണെങ്കിൽ ഈ കുന്നിൻ്റെ ഒരു ഭാഗം ഏതാണ്ട് 100 മീറ്ററോളം ഉയരത്തിലുള്ളൊരു പ്രദേശമാണ്. അതുകൊണ്ട് അവിടെ വലിയ ആശങ്കയുണ്ട്. കൂടുതൽ മണ്ണിടിച്ചിലുള്ളൊരു സാധ്യതയുണ്ട്. ഒരു മിനി ഷിരൂർ എന്നൊക്കെ പറയാൻ പാകത്തിനുള്ളൊരു പ്രകൃതിയുടെ ഒരു സ്വഭാവം അല്ലെങ്കിൽ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകതകളുള്ള ഒരു പ്രദേശം കൂടിയാണ്. താഴെ പുഴയാണ്, മുകളിൽ ഒരു വലിയ കുന്നാണ്. ആ കുന്നിടിച്ചാണ് റോഡും നിർമ്മാണമൊക്കെ മുൻകാലത്ത് നടന്നിട്ടുള്ളത്. വലിയ തോതിൽ മണ്ണിടിഞ്ഞു എന്ന് പറയാൻ കഴിയില്ല. പക്ഷേ അവിടെ കൂടുതൽ മണ്ണിടിച്ചിലിനുള്ള സാധ്യതയുണ്ട്. ആ മേഖലയിൽ ഫയർഫോഴ്സ് സംഘം ഒരു ടീം ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അവിടെ നേരത്തെ തഹസിൽദാർ അടക്കം റവന്യൂ വിഭാഗത്തിൽ ഉദ്യോഗസ്ഥരടക്കം എത്തി പരിശോധന നടത്തി. നിലവിലെ സാഹചര്യത്തിൽ സുരക്ഷിതമായി വാഹനങ്ങൾ ഒരു ഭാഗത്തുകൂടിയും കടത്തിവിടുന്നു. കൂടുതൽ മണ്ണിടിച്ചിൽ ആശങ്കയുള്ളതുകൊണ്ട് സുരക്ഷ ഉറപ്പാക്കാനുള്ള ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും റവന്യൂ വിഭാഗം ഉദ്യോഗസ്ഥരും ഒക്കെ ഇപ്പോൾ അറിയിക്കുന്നത്. സജോ, അതോടൊപ്പം തന്നെ ഈ കണ്ണൂർ അടയ്ക്കാത്തോട് മേഖലയിൽ മലവെള്ളപ്പാച്ചിൽ ഉണ്ടായി എന്ന വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ട്. വനത്തിൽ ഉരുൾപൊട്ടി എന്നാണ് സംശയിക്കുന്നത്. കൊട്ടിയൂർ, മന്നഞ്ചേരി, ചെട്ടിയാമറമ്പ് ഇവിടങ്ങളിലൊക്കെ തന്നെ വലിയ വെള്ളക്കെട്ടുണ്ട്. 7 കുടുംബങ്ങളെ ബന്ധുവീടുകളിലേക്ക് മാറ്റിയെന്ന വിവരങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ആ മേഖല നേരത്തെ സജോ പറഞ്ഞതുപോലെ ഈ മലയോര മേഖല, കിഴക്കൻ മലയോര മേഖലയൊക്കെ തന്നെ കണ്ണൂരിൽ ശക്തമായ മഴ ഇപ്പോഴും പെയ്യുന്നു എന്നാണോ?
പ്രജിനി, ഈ കിഴക്കൻ മലയോര മേഖലകളിൽ അതിശക്തമായ മഴ തുടർച്ചയായി ലഭിക്കുന്നുണ്ട്. ഈ കേളകം പഞ്ചായത്തിലാണ് കാര്യമായ മലവെള്ളപ്പാച്ചിലും മഴക്കെടുതിയും വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഏതാണ്ട് അവിടെ ആ മേഖലയിൽ മാത്രം 3 മണിക്കൂറോളം തുടർച്ചയായി അതിശക്തമായ മഴ ലഭ്യമായി. രാവിലെ മുതൽ മഴ തുടരുന്നുണ്ട്, പക്ഷേ 3 മണിക്കൂറോളം അതിശക്തമായ മഴ അവിടെ ലഭ്യമായി. അതിന് പിന്നാലെയാണ് ശാന്തിഗിരിയോട് ചേർന്ന്, അതായത് കേളകം പഞ്ചായത്തിലെ അടയ്ക്കാത്തോടിനടുത്ത പ്രദേശമാണ് ശാന്തിഗിരി. ആ ശാന്തിഗിരിയുടെ മുകൾ ഭാഗം പിന്നീട് കർണാടക റിസർവ് വനമാണ്. ആ ഭാഗത്ത് ഉരുൾപൊട്ടിയെന്നൊരു സംശയമുണ്ട്. വലിയ തോതിലുള്ള മലവെള്ളപ്പാച്ചിൽ ഉണ്ട്. അവിടെ താഴേക്ക് വലിയ തോതിൽ ജലം കുത്തിയൊലിച്ച് എത്തി. അവിടെ നിന്ന് 7 കുടുംബങ്ങളെ ബന്ധുവീട്ടിലേക്ക് മാറ്റി എന്നാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും അറിയിക്കുന്നത്. ഒപ്പം ആ മേഖലയിലേക്ക് താഴേക്ക് വരികയാണെങ്കിൽ മന്നഞ്ചേരി അവിടെ SNDP സ്കൂൾ, ഒപ്പം ചെട്ടിയാമ്പറമ്പിലെ ഗവൺമെൻറ് സ്കൂൾ, ആ സ്കൂളിനകത്തേക്കുമൊക്കെ വെള്ളം കയറുന്ന നിലയുണ്ടായി. വിവിധ കൃഷിയിടങ്ങളും അവിടെയുള്ള ചെറുതോടുകളും പുഴകളും ഒക്കെ കരകവിഞ്ഞ് ഒഴുകുന്ന നിലയുണ്ട്. അതിശക്തമായ മഴ ആ മേഖലയിൽ മാത്രമല്ല, വിവിധയിടങ്ങളിൽ കുട്ടിയൂർ, ആറളം, കേളകം, ഒപ്പം ഉളിക്കലിൻ്റെ മലയോര മേഖല, ഈ പ്രദേശങ്ങളിലൊക്കെ അതിശക്തമായ മഴ ഇപ്പോഴും തുടരുന്നുണ്ട്. അതിനിടെയാണ് ആ മേഖലയിൽ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യമില്ല, പക്ഷേ അതിശക്തമായ ജാഗ്രത വേണം. പലയിടങ്ങളിലും മിന്നൽ ചുഴലി, പലയിടങ്ങളിലും ഉളിക്കൽ മുതൽ ഈ കിഴക്കൻ മലയോര മേഖല അങ്ങോട്ട് എടുക്കുകയാണെങ്കിൽ മിക്കവാറും ഇടങ്ങളിൽ അതിശക്തമായ കാറ്റിൽ കൃഷിനാശം, ഒപ്പം വീടുകൾക്ക് കേടുപാട്, അങ്ങനെ വലിയ തോതിലുള്ള മഴക്കെടുതിയും വ്യാപക നാശനഷ്ടമുണ്ട്. അതിനിടെയാണ് ഉരുൾപൊട്ടൽ സംശയമുള്ളത്. അതൊരു അപകടകരമായ നിലയിലേക്ക് പോയിട്ടില്ല എന്നാണ് ഇപ്പോൾ അവിടെ നിന്ന് പഞ്ചായത്ത് അധികൃതരും ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ അറിയിക്കുന്നത്. പക്ഷേ 7 കുടുംബങ്ങളെ സുരക്ഷിതമായി അവിടെ നിന്ന് ഇപ്പോൾ മാറ്റിയിട്ടുണ്ട്. സ്കൂളുകളിലും മറ്റും വെള്ളം കയറിയിട്ടുണ്ട്. അവിടെ നിന്ന് കുട്ടികളെയും ഒക്കെ സുരക്ഷിതമായി മാറ്റിയിട്ടുണ്ട്. വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട്. ഒപ്പം ചെട്ടിയാമ്പറമ്പ്, മന്നഞ്ചേരി, കുട്ടിയൂരിൻ്റെ കുറച്ച് താഴ്ന്ന പ്രദേശങ്ങളിൽ കൂടി ഉൾപ്പെടുന്ന താഴ്ഭാഗങ്ങളിലൊക്കെ കാര്യമായ വെള്ളക്കെട്ട് ഇപ്പോഴും തുടരുന്നുണ്ട്. അതിശക്തമായ മഴ കണ്ണൂരിൻ്റെ മലയോര മേഖലകളിൽ ഇപ്പോഴും തുടരുന്നുമുണ്ട്. ശരി, സജു ദേവസ്യാണ് കണ്ണൂരിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. കേന്ദ്ര ബജറ്റിനെതിരെ രൂക്ഷ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അംബാനിക്കും അദാനിക്കും മാത്രമാണ് ബജറ്റിൽ നേട്ടമുണ്ടായത്. അഗ്നിവീറുകളുടെ പെൻഷനായി സർക്കാർ പണം മാറ്റിവെച്ചില്ല. രാജ്യം ചക്രവ്യൂഹത്തിൽപ്പെട്ട അവസ്ഥയിലാണ്. ചക്രവ്യൂഹം നിയന്ത്രിക്കുന്നത് മോദിയും അമിത്ഷായും ഉൾപ്പെടെ 6 പേരാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ഇതിനിടെ സഭയിൽ ബഹളം. സ്പീക്കറും രാഹുലും തമ്മിൽ തർക്കവുമുണ്ടായി. സഭയിൽ കള്ളം പറയരുത് എന്ന് രാഹുലിനോട് സ്പീക്കർ ഓം ബിർള ആവശ്യപ്പെട്ടു. വസ്തുതകൾ പറയുന്നത് എങ്ങനെ ചട്ടലംഘനമാകുമെന്ന് രാഹുൽ ഗാന്ധി തിരിച്ചു ചോദിച്ചു. सर आज भी चक्रव्यूह के बीच में 6 लोग हैं सर। चक्रव्यूह के बिल्कुल सेंटर में, चक्रव्यूह में हजारों लोग होते हैं सर, मगर उसके बिल्कुल सेंटर में 6 लोग कंट्रोल करते हैं। तो जैसे उस टाइम 6 लोग कंट्रोल करते थे, वैसे आज भी 6 लोग कंट्रोल कर रहे हैं। चक्रव्यूह को नरेंद्र मोदी जी, अमित शाह जी, मोहन भगवत जी, अजीत दोवल जी, अंबानी और अदानी जी कंट्रोल कर रहे हैं। प्लीज एक मिनट। सेना के जवानों को आपने अग्निवीर के चक्रव्यूह में फंसाया। सही बात। इस बजट में अग्निवीरों के पेंशन के लिए 1 रुपया नहीं है। ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും ചേരുന്നുണ്ട്. ആർക്കെ, ശക്തമായ രൂക്ഷമായ ഭാഷയിലുള്ള വിമർശനമാണ് ഇന്ന് രാഹുൽ ഗാന്ധി സഭയിൽ ഉന്നയിച്ചത്. വിവിധ വിഷയങ്ങൾ പറഞ്ഞെങ്കിലും അഗ്നിവീറുകളുടെ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം എടുത്തു പറയുകയും ചെയ്തു രാഹുൽ ഗാന്ധി. അപ്പോൾ വലിയ തർക്കവും സഭയിലുണ്ടായി. എന്തൊക്കെ കാര്യങ്ങൾ ഇന്ന് സഭയിൽ നടന്നു? ആർക്കെ, ഇതുവരെയുള്ള ഒരു പാർലമെന്ററി ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ പ്രതിപക്ഷ നേതാക്കൾ പുലർത്തുന്ന ഒരു സമീപനം, ആ സമീപനത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രകടനമായിരുന്നു രാഹുൽ ഗാന്ധിയുടേത്. കഴിഞ്ഞ മണിക്കൂറിൽ സഭ കണ്ടത്. രാഹുൽ ഗാന്ധി ഒരുപക്ഷെ വളരെ ശക്തമായിട്ടുള്ള ഭാഷയിൽ സർക്കാരിന്റെ നയങ്ങളെ, നിലപാടുകളെ, ഒപ്പം സർക്കാരിന്റെ ബഡ്ജറ്റ് തയ്യാറാക്കിയ രീതിയെ ഒക്കെ വിമർശിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. ചക്രവ്യൂഹത്തിലാണ് രാജ്യം ഉള്ളത് എന്ന് അദ്ദേഹം ആക്ഷേപിച്ചു. അദ്ദേഹം ഈ ചക്രവ്യൂഹം നയിക്കുന്ന 4 പേരുടെ പേരെടുത്ത് പറയുകയും ചെയ്തു. അതിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, അമിത്ഷാ, ഒപ്പം അജിത് ഡോവൽ, RSSന്റെ അധ്യക്ഷൻ മോഹൻ ഭാഗവത്, ഇങ്ങനെ ഈ 4 പേരാണ് ഈ ചക്രവ്യൂഹത്തെ താങ്ങി നിർത്തുന്നത്. അത് ചക്രവ്യൂഹത്തെ താങ്ങി നിർത്തുന്നത് അത് A1-നും A2-വിനും വേണ്ടിയാണ് എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. ഈ A1-ഉം A2-വും എന്നുള്ളത് കൊണ്ട് അദാനിയെയും അംബാനിയെയുമാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. സഭയിലില്ലാത്ത അദാനിയുടെയും അംബാനിയുടെയും പേര് പരാമർശിച്ച ഘട്ടത്തിൽ അസത്യം പറയരുത് എന്ന നിലപാട് സ്പീക്കറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ആ ഘട്ടത്തിലാണ് അദ്ദേഹം ഈ അദാനി അംബാനി എന്ന പ്രയോഗങ്ങൾക്ക് ഉപരിയായി A1 A2 എന്ന പ്രയോഗത്തിലേക്ക്
എത്തിയത്. എങ്കിലും ഫലത്തിൽ ഈ വിമർശനം വളരെ ശക്തമാകുന്ന വിധത്തിലേക്ക്, അല്ലെങ്കിൽ നിലവിലുള്ള സാഹചര്യത്തിൽ NDAയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ അദാനിക്കും അംബാനിക്കും വേണ്ടി രാജ്യത്തെ ജനങ്ങളുടെ അവകാശത്തെ കവരുന്നു, പിന്നാക്ക പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളുടെ അവകാശങ്ങളെ ഇല്ലാതാക്കുന്നു എന്ന വിമർശനം മുന്നോട്ട് വയ്ക്കാൻ അദ്ദേഹം ഉപയോഗിച്ചു. വളരെ ശക്തമായിട്ടുള്ള വിമർശനങ്ങളിൽ ആദ്യത്തേതായി അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത് ഈ ബഡ്ജറ്റ് ഏത് വിധത്തിലും സാധാരണ ജനങ്ങളെ പിന്തുണയ്ക്കുന്നതല്ല, അഥവാ രാഷ്ട്രഹിതത്തിന് ഉചിതമാകുന്നതൊന്നല്ല എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത്. അതിനടിസ്ഥാനമായി അദ്ദേഹം പറഞ്ഞത് നികുതി ഭീകരവാദമാണ് രാജ്യത്ത് നിലനിൽക്കുന്നത്. ഈ നികുതി ഭീകരവാദത്തെ, അത് GST ആയാലും ശരി, ആദായ നികുതി ആയാലും ശരി, നികുതി ഭീകരവാദത്തെ ഇല്ലാതാക്കാനോ അല്ലെങ്കിൽ അതിനടിസ്ഥാനമായി ജനങ്ങൾക്ക് ആശ്വാസം നൽകാനോ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ല. കോർപ്പറേറ്റ് നികുതിയിലും മറ്റും ഇളവ് നൽകുകയും ഈ സ്റ്റൈഫൻഡ് പദ്ധതി പ്രഖ്യാപിക്കുകയും ചെയ്തതുപോലും ഈ കോർപ്പറേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് എന്ന നിലപാടാണ് അദ്ദേഹം സ്വീകരിച്ചത്. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഏതെങ്കിലും വിധത്തിലുള്ള നയമാറ്റം സർക്കാർ നടത്തുമ്പോൾ രാജ്യത്ത് തൊഴിലുകളുടെ എണ്ണം കൂടുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി. തൊഴിലില്ലാത്തവരുടെ നാടായി രാജ്യം മാറുകയാണ്. ചെറിയ ചെറിയ കച്ചവടങ്ങൾ ചെയ്തിരുന്നവരുടെ കച്ചവടമടക്കം കോവിഡിന് ശേഷം ഇല്ലാതായി മാറുന്ന കാഴ്ച രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് മേലാണ് നികുതി ഭീകരവാദം അടിച്ചേൽപ്പിക്കുന്ന അധികാരികൾ ഉള്ളത്. ഈ അധികാരികളെയോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട വ്യവസ്ഥയോ മാറ്റാനായി ഈ ബഡ്ജറ്റിലൂടെ സർക്കാർ തയ്യാറായില്ല. അതുണ്ടാക്കുന്ന സാമൂഹിക സാമ്പത്തിക പ്രത്യാഘാതം അത് ഇനി വരുന്ന നാളുകളിൽ വളരെ വലുതായിരിക്കും രാജ്യത്ത് എന്ന് അദ്ദേഹം വ്യക്തമാക്കി. തൊഴിലില്ലാത്തവരുടെ നാടായി രാജ്യം, തൊഴിലില്ലാത്തവരുടെ എണ്ണം കുതിക്കുന്ന വിധത്തിലേക്ക് രാജ്യത്തിന്റെ നിലവിലുള്ള സാഹചര്യം മാറുന്നു എന്ന് അദ്ദേഹം വിമർശിച്ചു. തൊഴിൽ നൽകുക എന്നുള്ളത് സർക്കാരിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നല്ലാതെ ഈ മാറിയിരിക്കുകയാണ്. കേവലം കുത്തകകൾക്ക് വേണ്ടിയിട്ട് നിയമങ്ങളെയും ചട്ടങ്ങളെയും മാറ്റിയെടുക്കുക എന്നൊരു കടമ മാത്രമാണ് സർക്കാർ പാലിക്കുന്നത് എന്നതുൾപ്പെടെയുള്ള വിമർശനങ്ങളും അദ്ദേഹം ഉന്നയിച്ചു. പ്രതിരോധ മേഖലയിൽ സർക്കാർ വലിയ പരാജയമാണ് എന്ന് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടി. അഗ്നിവീറുകൾക്ക് പെൻഷൻ നൽകാൻ പോലും സർക്കാർ തയ്യാറാകുന്നില്ല. ഒപ്പം ഈ വീരമൃത്യു വരിച്ച അഗ്നിവീറുകൾക്ക് ഉചിതമായിട്ടുള്ള നഷ്ടപരിഹാരം നൽകാനും സർക്കാരിന് കഴിയുന്നില്ല എന്ന് അദ്ദേഹം വിമർശിച്ചു. എല്ലാ മേഖലകളിലും, ഈ കൃഷി അടക്കമുള്ള മേഖലകളിലും പരമ്പരാഗത മേഖലകളിലും ഒക്കെ ഈ സർക്കാർ വലിയ രീതിയിൽ പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. അദ്ദേഹം സഭയിൽ ഒരു ചിത്രം ഉയർത്തിക്കാട്ടാനായിട്ട് നടത്തിയ ശ്രമം സഭയെ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പാർലമെന്ററി കാര്യ മന്ത്രി അടക്കം അദ്ദേഹത്തിന്റെ സമീപനത്തെ എതിർത്തുകൊണ്ട് രംഗത്ത് എത്തി. ഈ ഹൽവ തയ്യാറാക്കുന്ന ചടങ്ങ്, ബഡ്ജറ്റിനോടനുബന്ധിച്ച് ഹൽവ തയ്യാറാക്കി അത് വിതരണം ചെയ്യുന്ന ചടങ്ങിന്റെ ചിത്രമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയത്. അതിൽ രാജ്യത്തിന്റെ സാമൂഹിക പരിപ്രേക്ഷ്യം എങ്ങനെയാണ് എന്ന് വിശദീകരിക്കാനായിരുന്നു രാഹുൽ ഗാന്ധി ശ്രമിച്ചത്. രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയതനുസരിച്ച് നിർമ്മല സീതാരാമനും ഉദ്യോഗസ്ഥരും ഒപ്പം നിൽക്കുന്ന ആ ചിത്രത്തിൽ 2 പേർ മാത്രമാണ് പിന്നാക്ക അഥവാ ദളിത് വിഭാഗത്തിൽപ്പെടുന്നവർ ഉള്ളത്. ഇതാണ് രാജ്യത്തെ ഇപ്പോഴത്തെ ഒരു സാഹചര്യം. ബഹുഭൂരിപക്ഷം വരുന്ന പിന്നാക്ക വിഭാഗങ്ങളെ തീണ്ടാപ്പാട് അകലെ നിർത്തിക്കൊണ്ടാണ് സർക്കാർ അവരുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നത് എന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. വളരെ ശക്തമായിട്ടുള്ള വിമർശനം പ്രതിപക്ഷ നിരയ്ക്ക് ആകെ ഉത്സാഹം നൽകുന്ന വിധത്തിലേക്ക് സഭയെ കൊണ്ട് എത്തിച്ചു. പല ഘട്ടങ്ങളിലും ട്രഷറി ബെഞ്ചുകളിൽ നിന്ന് ശക്തമായിട്ടുള്ള വിമർശനമാണ് രാഹുൽ ഗാന്ധിയുടെ പ്രതിഷേധത്തിനെതിരെ ഉയർന്നത്. പല ഘട്ടങ്ങളിലും സ്പീക്കർ രാഹുൽ ഗാന്ധി വാഗ്വാദവും സഭയിൽ നടക്കുന്നത് കാണാമായിരുന്നു. ശരി, രാധാകൃഷ്ണനാണ് ബജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തിയ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം, അതിൻ്റെ വിശദാംശങ്ങളൊപ്പം തന്നെ സഭയിൽ നടന്ന ബഹളം, അത് സംബന്ധിച്ച് വിശദാംശങ്ങൾ നൽകിയത്. രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും. വെൽക്കം ബാക്ക്. ലൈവ് ന്യൂസ് തുടരുന്നു. അടുത്ത വാർത്തയിലേക്ക്. അനിശ്ചിതത്വങ്ങൾക്കൊടുവിൽ കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിലെ വോട്ടെണ്ണൽ അല്പസമയത്തിനകം നടക്കും. ഹൈക്കോടതി വിധിക്ക് പിന്നാലെയാണ് തീരുമാനം. തർക്കമുള്ള 15 വോട്ടുകൾ എണ്ണരുതെന്ന് കോടതി നിർദ്ദേശിച്ചു. ധാർമ്മിക സമരം വിജയം കണ്ടുവെന്ന് സിൻഡിക്കേറ്റ് അംഗം ജി മുരളീധരൻ അവകാശപ്പെട്ടു. VC-യുടെ ജനാധിപത്യ വിരുദ്ധ നിലപാടാണ് വോട്ടെണ്ണൽ നീളാൻ കാരണമെന്നും ജി മുരളീധരൻ പറഞ്ഞു. ഹരികൃഷ്ണൻ നൽകും അതിന്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്നും. ഹരി, ഇപ്പോൾ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വന്നു, അതിന് പിന്നാലെ ഇപ്പോൾ ഈ വോട്ടെണ്ണൽ നടക്കുമെന്നും പറയുന്നു. വിവരങ്ങൾ എന്താണ്? പ്രജൻ, അതീവ നാടകീയ രംഗങ്ങൾക്കൊടുവിലാണ് ഇത്തരത്തിലൊരു തീരുമാനം എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇന്ന് രാവിലെ മുതൽ ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി ഈ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട അതീവ നാടകീയ രംഗങ്ങളാണ് യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് നടന്നത്. വലിയ രീതിയിലുള്ള ഉപരോധ സമരം, അതായത് ഇത്തരത്തിൽ വൈസ് ചാൻസലർ മോഹൻ കുന്നുമേലിനെ ഇടതു സംഘടനകളും ഇടതു വിദ്യാർത്ഥി സംഘടനകളും ഖരാവോ ചെയ്യുന്നത് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ആ പ്രതിഷേധം നമ്മൾ കണ്ടതാണ് എന്നുള്ളതാണ്. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ
സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് രാവിലെ 8 മണി മുതൽ 10 മണി വരെയാണ് നടന്നത്. ഇതിന്റെ ഫലപ്രഖ്യാപനം അത് കോടതി വിധി വന്നതിന് ശേഷം മാത്രമേ നടക്കുകയുള്ളൂ എന്ന രീതിയിൽ ഈ VC നിലപാടെടുക്കുന്നു. അതിൽ ആണ് ഇത്തരത്തിൽ ഇടതു സംഘടനകൾ പ്രതിഷേധം അറിയിച്ചത്. ഏറ്റവും ഒടുവിൽ ഈ ധാർമ്മികമായി ഈ SFIയുടെ അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകളുടെ സമരം വിജയിച്ചു എന്ന് വേണം പറയാൻ. അതായത് കോടതി വിധി അവർക്ക് അനുകൂലമായി വന്നു എന്നുള്ളതാണ്. അതായത് ഈ തർക്കം നിലനിൽക്കുന്ന 15 വോട്ടുകൾ, കോടതിയിൽ പരിഗണിക്കുന്ന 15 വോട്ടുകൾ, അത് മാറ്റിവെച്ചുകൊണ്ട് ബാക്കി 82 വോട്ടുകൾ എണ്ണി ഫലം പ്രഖ്യാപിക്കാം എന്നുള്ളതാണ് കോടതി വിധി. കോടതി വിധിക്ക് പിന്നാലെ തന്നെ യൂണിവേഴ്സിറ്റി ആസ്ഥാനത്ത് ഇത്തരത്തിൽ വോട്ടുകൾ എണ്ണി തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് ഉടൻ തന്നെ ഫലം പ്രഖ്യാപിക്കുമെന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമരം തുടർന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ സ്റ്റാൻഡിംഗ് കൗൺസിലിന്റെ അടക്കം നിയമോപദേശം VCക്ക് ലഭിച്ചതാണ്. എന്നിട്ടും ഇക്കാര്യത്തിൽ വഴങ്ങിയില്ല. ഒടുവിൽ ഹൈക്കോടതി വിധിക്ക് പിന്നാലെ ഇത്തരത്തിലൊരു തീരുമാനം എടുക്കേണ്ടി വന്നു. വോട്ടെണ്ണി ഫലം പ്രഖ്യാപിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് VCക്ക് എത്തേണ്ടി വന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ശരി, ഹരികൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു വാർത്തയിലേക്ക്. ഇടുക്കി കാഞ്ഞിരവേലിയിൽ കാട്ടാന ചരിഞ്ഞ നിലയിൽ. ജനവാസ മേഖലയിൽ ഇറങ്ങിയ കൊമ്പനാണ് ചരിഞ്ഞത്. ആനയ്ക്ക് ഷോക്കേറ്റതാണെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. ആ സംഭവ സ്ഥലത്ത് നിന്നും എബിൻ ജോസ് ചേരുന്നു തത്സമയം. എബിൻ, ആന ചരിഞ്ഞത് എങ്ങനെയാണത്? ഷോക്കേറ്റ് തന്നെയാണ് എന്ന് ഉറപ്പിക്കുന്നുണ്ടോ? എന്താണ് അവിടെ സംഭവിച്ചത്? പ്രജിൻ, പ്രാഥമികമായ ഒരു പരിശോധന ഇപ്പോൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നടത്തിയിട്ടുണ്ട്. ചില നിഗമനങ്ങൾ മാത്രമേ ഈ സമയത്തുള്ളൂ. ഇന്നലെ രാത്രിയിലാകാം ഈ ആന ഈ റബ്ബർ തോട്ടത്തിലേക്ക് എത്തിയത്. ഈ പ്രദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായും വളരെ കാട്ടാന ശല്യമുള്ളൊരു മേഖലയാണ്. നേരത്തെ ഇന്ദിര എന്ന് പറയുന്ന ഒരു സ്ത്രീ ഇവിടെ കൊല്ലപ്പെട്ടതാണ് ഈ മേഖലയിൽ തന്നെ. പെരിയാറിൻ്റെ തീരപ്രദേശമാണ്. ഇപ്പോൾ ഈ ജഡം കണ്ടെത്തിയിരിക്കുന്നത് ഒരു റബ്ബർ തോട്ടത്തിലാണ്. കൊമ്പനാനയുടെ ജഡമാണ്. ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തിയിട്ടുണ്ട്. കൃത്യമായി മരണകാരണം ഇതിൻ്റെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാകും മനസ്സിലാവുകയുള്ളൂ. നമുക്കിവിടുത്തെ നാട്ടുകാർ സ്ഥലത്തുണ്ട്. ചേട്ടാ, ഇത് എപ്പോഴായിരുന്നു കണ്ടത് എപ്പോഴാണെന്ന് കൃത്യം വെച്ച് അറിയാൻ പാടില്ല. ഒരു 9-10 മണിക്ക് ശേഷമാണ് ഞാനിവിടെ ടൈലിൻ്റെ പണിക്ക് പോകുന്നയാളാണ്. അവിടെ പോയി കഴിഞ്ഞപ്പോൾ ഗ്രൂപ്പിൽ കണ്ടപ്പോഴാണ് അറിഞ്ഞത്. സ്ഥിരം ആന എത്താറുള്ള സ്ഥലമാണ് ശരിയാ. ഇപ്പോൾ ഇന്നാണെങ്കിൽ തന്നെ ആ പറമ്പിലെല്ലാം കയറിവിടെല്ലാം നശിപ്പിച്ചിട്ടുണ്ട്. അത് എല്ലാ ദിവസവും തന്നെ ഇങ്ങനെ വന്ന് ഇതിലേങ്ങ് പോയി. ഇങ്ങനെ ഇടയ്ക്ക് വരും, പറമ്പിൽ കൂടെ വരും, വാഴ നശിപ്പിക്കും, എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കടന്നു പോകും. ആരും അങ്ങനെ നോക്കാറില്ല. ഇപ്പോൾ സ്ഥിരമായതുകൊണ്ട് ആരും ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ ചത്തയെന്നുള്ള വിവരമൊന്നും നിങ്ങൾക്ക് ഒന്നും അറിയാൻ പാടില്ല. നാട്ടുകാർ പറയുന്നത് സ്ഥിരമായി കാട്ടാന എത്തുന്ന സ്ഥലമാണ്, ശല്യമുള്ള മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മരണകാരണമൊന്നും വ്യക്തമല്ല. അത് കൃത്യമായി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം വനംവകുപ്പ് തന്നെ സ്ഥിരീകരിക്കേണ്ടതാണ്. അതിനുള്ള നടപടിക്രമങ്ങൾ വനംവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ആരംഭിച്ചിട്ടുണ്ട്. ഈ ആനയുടെ ജഡ ഇവിടുന്ന് മാറ്റി പിന്നീട് പോസ്റ്റ്മോർട്ടം നടത്തും. അപ്പോഴാണ് കൃത്യമായി മരണകാരണം വ്യക്തമാവുകയുള്ളൂ. ഇപ്പോൾ ഒരു പ്രാഥമിക സൂചനകൾ മാത്രമാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നത്. പ്രജിൻ, പിന്നെ ആ മേഖലയിലൊക്കെ തന്നെ ഇതുപോലെ നേരത്തെയും ആനകളും ഇതുപോലെ വന്യമൃഗങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണോ? അതിനെക്കുറിച്ച് നാട്ടുകാർ എന്താണ് പറയുന്നത്? ഇത് സ്ഥിരമായി വരാറുള്ള ആനയാണോ ഇപ്പോൾ ഈ ചരിഞ്ഞ നിലയിൽ കാണപ്പെട്ടത്? പ്രജിൻ, കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞാണ് ഇവിടെ വീടിന് മുന്നിൽ നിന്ന ഒരു സ്ത്രീയെ, ഇന്ദിര എന്ന് പറയുന്ന ഒരു സ്ത്രീയെ കാട്ടാന ആക്രമിച്ച് കൊലപ്പെടുത്തിയിട്ട് അധികം നാൾ ആയിട്ടില്ല. നിരന്തരമായി കാട്ടാന കൂട്ടമായി എത്തുന്ന സ്ഥലമാണ്. ആ രീതിയിൽ എത്തിയതാകാം ഈ കൊമ്പനും എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഇന്ന് പുലർച്ചെയാണ് ആളുകൾ ഈ ജഡം ഈ റബ്ബർ തോട്ടത്തിന് നടുവിൽ കണ്ടത്. ഇത് ജനവാസ മേഖല തന്നെയാണ്. തൊട്ടടുത്ത് നിരവധി വീടുകൾ ഉള്ള സ്ഥലമാണ്. അടുത്ത് തന്നെ പെരിയാറുണ്ട്. ഈ പെരിയാറെല്ലാം കടന്ന് ആനകൾ കൂട്ടമായി എത്തുന്നുണ്ട്. ഇപ്പോൾ നമ്മളോട് ആളുകൾ പ്രതികരിച്ചതനുസരിച്ച് നിരന്തരമായി ആനകൾ എത്തുകയും കൃഷി നശിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പരാതികൾ ഉയരുന്ന സ്ഥലമാണ്. ആ രീതിയിലാകാം ഈ കാട്ടാനയും എത്തിയതെന്നുള്ളതാണ് ആളുകൾ പറയുന്നത്. പ്രജിൻ, എബിൻ ജോസ് ആണ് വിശദാംശങ്ങൾ നൽകിയത്. തിരികെ വീണ്ടും ലൈവ് ന്യൂസിലേക്ക്. പാരീസ് ഒളിമ്പിക്സിൽ മനു ഭാക്കറിലൂടെ ഇന്ത്യക്ക് വീണ്ടും മെഡൽ പ്രതീക്ഷ. 10 മീറ്റർ എയർ പിസ്റ്റൾ മിക്സഡ് ടീം ഇനത്തിലാണ് മനു ഭാക്കർ സർബ്ജോത് സിംഗ് സഖ്യം വെങ്കല മെഡൽ മത്സരത്തിന് യോഗ്യത നേടിയിരിക്കുന്നത്. 10 മീറ്റർ എയർ റൈഫിൾ ഫൈനൽ മെഡൽ പ്രതീക്ഷയുമായി അർജുൻ ബാബുത്ത അല്പസമയത്തിനകം ഇറങ്ങും. സ്പോർട്സ് ഡെസ്കിൽ നിന്നും അനിൽ വാസു നൽകും ഏറ്റവും പുതിയ വിവരങ്ങൾ. അനിൽ, അങ്ങനെ വീണ്ടും ഒരു മെഡൽ പ്രതീക്ഷയിലാണ് നമ്മൾ, അതും മനു ഭാക്കറിലൂടെ തന്നെയാണ്. എന്താണ് മത്സരം? എപ്പോഴായിരിക്കും മത്സരം നടക്കുക? അപ്പം അടുത്ത ഇന്ത്യയുടെ മത്സരങ്ങൾ ഏതൊക്കെയാണ്? പ്രജൻ, പാരീസിൽ ഇന്ത്യ മെഡൽ വേട്ട തുടങ്ങിയത് മനു ഭാക്കറിലൂടെയാണ്. ഇന്നലെയാണ് ഇന്ത്യക്ക് ആദ്യ മെഡൽ വന്നത്. മനുവിൻ്റെ ഒരു വെങ്കല നേട്ടം. അതിന് പിന്നാലെ ഇപ്പോൾ മറ്റൊരു വെങ്കലത്തിലേക്ക് കൂടി സാധ്യത തെളിയിച്ചിരിക്കുകയാണ് മനു ഭാക്കർ ഉൾപ്പെട്ട
മിക്സഡ് ടീം ഇപ്പോൾ വെങ്കല മെഡൽ മത്സരത്തിന് യോഗ്യത നേടിയിരിക്കുകയാണ്. യോഗ്യതാ റൗണ്ടിൽ 3-ാം സ്ഥാനത്താണ് മനു ഭാക്കറും സർബ്ജോത് സിംഗ് സഖ്യവും ഫിനിഷ് ചെയ്തത്. അങ്ങനെ അവർ 4-ാം സ്ഥാനത്തുള്ള കൊറിയൻ സഖ്യവുമായി ഏറ്റുമുട്ടും. നാളെയാണ് ഈ മത്സരം നടക്കുക. നാളെ ഉച്ചയ്ക്ക് 1 മണിക്കാണ് ഈ മത്സരത്തിൻ്റെ ടൈം നിശ്ചയിച്ചിരിക്കുന്നത്. എന്തായാലും മനു ഭാക്കറിലൂടെ ഇന്ത്യക്ക് ഒരു 2ാം മെഡൽ കൂടി ലഭിക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതിനു പിന്നാലെ ഇന്ന് നമുക്ക് ഏറ്റവും പ്രതീക്ഷ വയ്ക്കുന്ന മറ്റൊരു ഇനം ഷൂട്ടിങ്ങിൽ തന്നെയാണ്. 10 മീറ്റർ എയർ റൈഫിൾ വിഭാഗത്തിൽ അർജുൻ ബാബുദയുടെ മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം തുടക്കമാവും. ഇന്ന് നടന്ന വനിതാ വിഭാഗത്തിൽ രമിതയിലൂടെ ഇന്ത്യക്ക് മെഡൽ നേടാനായില്ല. രമിത 7ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. പക്ഷേ ബാബുദയിലൂടെ ഇന്ത്യക്ക് ഇന്ന് ഒരു മെഡൽ കൂടി നേടാനാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ബാബുദ യോഗ്യതാ റൗണ്ടിൽ 5ാം സ്ഥാനത്താണ് ഫിനിഷ് ചെയ്തത്. അതിനേക്കാൾ ഒരു മികച്ച പ്രകടനം കാഴ്ചവെച്ച് ടോപ്പ് 3-ലെങ്കിലും ബാബുദ എത്തുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മൾ ഷൂട്ടിംഗ് റേഞ്ചിലേക്ക് ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. പ്രജിൻ. ശരി, അനിൽ വാസ്തവാണ് ഒളിമ്പിക് ഡെസ്കിൽ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. വയനാട് മേപ്പാടി പുത്തുമല പ്രദേശത്ത് അതിതീവ്ര മഴ. മേലെ മുണ്ടക്കയിൽ 2019 ഉരുൾപൊട്ടിയ പ്രദേശത്ത് മണ്ണിടിച്ചിലുണ്ടായി. ഇതേ തുടർന്ന് ചൂരൽമല പുഴയിൽ വെള്ളം കയറി. 2 ഇടങ്ങളിലെ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു. വയനാട് ബാണാസുര സാഗർ ഡാമിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സുജിത് അയ്യപ്പത്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വയനാട്ടിൽ മഴ ഇടവിട്ട് കനത്തു പെയ്യുന്ന ഒരു സാഹചര്യമാണുള്ളത്. ബാണാസുര സാഗർ അണക്കെട്ടിൻ്റെ ഷട്ടർ നാളെ തുറക്കാനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്നത്. റെഡ് അലേർട്ടാണ് ബാണാസുര ഡാമിൽ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതേസമയം വയനാടിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത രീതിയിൽ മഴ പെയ്യുന്നുണ്ട്. ഒരുപക്ഷെ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും അധികം മഴ പെയ്ത പ്രദേശം വയനാട് ജില്ലയിലാണ്. അത് ഒന്ന് പുത്തുമലയും മറ്റൊന്ന് കള്ളാടിയുമാണ്. അടുത്തടുത്തുള്ള പ്രദേശങ്ങളാണ് ഈ മേഖല എല്ലാം തന്നെ. ഇവിടെ കനത്ത രീതിയിൽ ഇടവിട്ട് മഴ പെയ്യുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന പ്രദേശം എന്ന് പറയുന്നത് ചൂരൽമല പുഴയുടെ ഓരത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ഒരു മരം പുഴയിലേക്ക് കടപുഴകി വീഴുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. മേലെ മുണ്ടക്കയിൽ 2019 പ്രളയകാലത്ത് ഉരുൾപൊട്ടൽ ഉണ്ടായിരുന്നു. ആ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ വീണ്ടും മലയിടിച്ചിലുണ്ടായി. അതേ തുടർന്ന് ഈ പുഴ ചുവന്നൊഴുകുകയാണ്. നേരത്തെ തെളിനീരൊഴുകുന്ന പുഴയാണിത്. ഈ പുഴയാണ് ഈ തരത്തിൽ ചുവന്ന് ഒഴുകുന്ന സാഹചര്യമുള്ളത്. ഇന്ന് പുലർച്ചെയാണ് ഈ ഒരു സംഭവം ഉണ്ടായത്. റവന്യൂ അധികൃതരും അതോടൊപ്പം തന്നെ ഫയർഫോഴ്സും ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ഇതിന് അടുത്ത പ്രദേശമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത്. നേരത്തെ വലിയ ഉരുൾപൊട്ടലും അതുമായി ബന്ധപ്പെട്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെട്ട അനുഭവമുള്ള പ്രദേശമാണ് ഈ പുത്തുമല എന്ന് പറയുന്നത്. സ്വാഭാവികമായും ഈ നാട്ടുകാരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്കയുണ്ടാകും. പലരും പുലർച്ചെ ഉറങ്ങിയിട്ട് പോലും ഇല്ല എന്നുള്ളതാണ് പലരും നമ്മളോട് ഫോണിൽ ബന്ധപ്പെട്ടവരെല്ലാം തന്നെ പറഞ്ഞു. എന്താണ് ഇവരുടെ അനുഭവം എന്ന് നമുക്ക് ചോദിക്കാം. ചേട്ടാ, എന്താണ് ഇവിടുത്തെ ഒരു അനുഭവം? എന്താണ് 2018-19 കാലഘട്ടത്തിലുള്ള പോലെ തന്നെ ഇന്നലെ 2:30 മുതൽ ഈ മുണ്ടക്കൈ വരുന്ന പുഴയാണിത്. ഈ വെള്ളം കവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യമുണ്ടായി. ഈ ജനങ്ങളൊക്കെ തന്നെ 2018-19 കാലഘട്ടത്തിൻ്റെ ആ പേടി സ്വപ്നം ഇതുവരെയും മാറാതെ ഈ വെള്ളം കണ്ടപ്പോൾ വളരെയധികം ഭീതിയിലാണ്, വളരെയധികം പേടി സ്വപ്നത്തിലാണ് ഈ പ്രദേശവാസികൾ ഒട്ടനവധി ആളുകളും ഉള്ളത്. കുറേ ആളുകളെ മാറ്റി താമസിച്ചിട്ടുണ്ട്. എന്നാലും മുണ്ടക്കൈ പ്രദേശത്ത് കുറച്ചായി പൊട്ടുന്നുണ്ട്. അത് പൊട്ടിയ ഈ പുഴ വലുതായി ഡബിളായി പോകും. അങ്ങനെ ഈ പ്രദേശത്ത് കുറേ വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. കുറേ തിണ്ടുകളൊക്കെ ഇടിഞ്ഞിട്ടുണ്ട്. പ്രദേശവാസികളൊക്കെ തന്നെ വളരെയധികം പേടി സ്വപ്നത്തിലാണ് ഉള്ളത്. എന്തായാലും ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ 2 ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്ന് പുഞ്ചിരി മട്ടം എന്ന് പറയുന്ന പ്രദേശമാണ്. അവിടെ ജനവാസ കേന്ദ്രമാണ്. അവിടെ അതുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ പല പ്രദേശങ്ങളിൽ നിന്നും ആളുകളെ മാറ്റി പാർപ്പിക്കുന്ന നില ഉണ്ടായിട്ടുണ്ട് ഈ മേഖലയിൽ. ഇവിടുത്തെ ആളുകളെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്നുണ്ട്. ഇവിടെ മാത്രമല്ല, പല ഭാഗങ്ങളിലും വയനാട് ജില്ലയുടെ ഈ തൊണ്ടർനാട് പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ, തവിഞ്ഞാൽ പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ, ഈ മേപ്പാടി പഞ്ചായത്തിൻ്റെ വിവിധ മേഖലകൾ, ഇവിടെയെല്ലാം തന്നെ മഴ വലിയ തോതിൽ മഴ പ്രതിസന്ധി ഉണ്ടാക്കുന്ന സാഹചര്യമുണ്ട്. വയനാടിനെ സംബന്ധിച്ച് വളരെ ശക്തമായ രീതിയിൽ തന്നെ ഇടവിട്ടാണ് മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. പ്രകാശൻ പള്ളത്തിനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. ഇതോടെ ലൈവ് ന്യൂസ് പൂർത്തിയാവുന്നു.